ജൂൺ 2 ഞായറാഴ്ച പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ. ചൈനീസ് ആർച്ച് ബിഷപ്പായിരുന്ന ഡൊമിനിക് ടാങ് ക്രിസ്തുവിനോടും സഭയോടുമുള്ള വിശ്വസ്തതയുടെ പേരിൽ 21 വർഷം ജയിലിൽ കിടന്നു. ജനലുകളില്ലാത്ത നനഞ്ഞ സെല്ലിൽ 5 വർഷത്തെ ഏകാന്ത തടവിന് ശേഷം ജയിലർമാർ അദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദേഹം ആഗ്രഹിക്കുന്ന എന്തും ചെയ്യാൻ കുറച്ച് മണിക്കൂർ ഫ്രീ ആയിട്ട് വിടാമെന്ന്. 5 വർഷത്തെ ഏകാന്ത തടവിന് ശേഷം അവൻ ആഗ്രഹിക്കുന്നത് ചെയ്യാൻ 2 മണിക്കൂർ ഉണ്ടായിരുന്നു. അതെന്തായിരിക്കും? ഒരു ചൂടുള്ള ഷവർ, അല്ലെങ്കിൽ പുതിയ വസ്ത്രങ്ങൾ, അല്ലെങ്കിൽ പുറത്തൊരു നീണ്ട നടത്തം, അല്ലെങ്കിൽ കുടുംബത്തിലെ ആരെങ്കിലും വിളിക്കാനോ അവർക്ക് കത്തെഴുതാനോ അവസരം. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ജയിലർ അവനോട് ചോദിച്ചപ്പോൾ ആർച്ച് ബിഷപ്പ് പറഞ്ഞത്, ഞാൻ കുർബാന ചൊല്ലാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ ദിവസമാണ്. വിവിധ പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത്. ഒന്ന് കുർബാന അല്ലെങ്കിൽ ഹോളി യൂക്കറിസ്റ്റ്, കാരണം യേശു പിതാവായ ദൈവത്തിന് നന്ദി പ്രകടനമായി സ്വയം സമർപ്പിച്ചു. രണ്ടാമതായി കർത്താവിൻ്റെ അത്താഴം അല്ലെങ്കിൽ അപ്പം മുറിക്കൽ ശുശ്രൂഷ, കാരണം പരിശുദ്ധ കുർബാന നമ്മൾ ഒരു ഭക്ഷണമായി ആഘോഷിക്കുന്നു. 3 ഹോളി മാസ് അല്ലെങ്കിൽ പരിശുദ്ധ ദിവ്യബലി. ഈ ത്യാഗത്തിൻ്റെ ഫലമായി ഉണ്ടാവുന്ന ബന്ധമായ സമൂഹത്തിൻ്റെ പ്രാധാന്യം അത് നമ്മെ പഠിപ്പിക്കുന്നു. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം പറയുന്നത്, യഥാർത്ഥത്തിൽ എന്താണ് അപ്പം? അത് ക്രിസ്തുവിൻ്റെ ശരീരമാണ്. ഈ അപ്പം വാസ്തവത്തിൽ എന്താണ് നമുക്ക് നൽകുന്നത്? അതും യേശുവിൻ്റെ ശരീരമാണ്. അനേകം ധാന്യങ്ങളിൽ നിന്ന് ഒരു അപ്പം വരുന്നത് പോലെ ഒന്നിച്ചിരിക്കുന്നതിനാൽ പരസ്പരം വേർതിരിക്കപ്പെടാതെ തന്നെ നമ്മൾ നിലനിൽക്കുന്നു. അങ്ങനെ ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കർത്താവ് അപ്പവും വീഞ്ഞും തിരഞ്ഞെടുത്തത് നമ്മൾ പരസ്പരം ഐക്യം തേടേണ്ടതിൻ്റെ പ്രാധാന്യം കാണിക്കാനാണ്. ക്രിസ്തു ശിരസ്സും നാം ശരീരത്തിൻ്റെ അവയവങ്ങളുമാണ്. ക്രിസ്തുവിൻ്റെ നിഗൂഢ ശരീരത്തിലെ അവയവങ്ങളായ നമ്മൾ നമ്മുടെ സമയവും കഴിവുകളും ദൈവത്തിന് സമർപ്പിക്കാനുള്ള സന്നദ്ധതയാണ് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഓരോ അപ്പത്തിലും ഓരോ കപ്പിലും നാം പങ്കുവയ്ക്കുന്നത് ഈ ഐക്യത്തിൻ്റെ പ്രതീകമാണ്. അതിനാൽ വിശുദ്ധ കുർബാന നമ്മുടെ ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ബോധത്തെ ശക്തിപ്പെടുത്തണം. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിലൂടെ സ്നേഹം, കരുണ, ക്ഷമ, എളിമയും ത്യാഗവും നിറഞ്ഞ സേവനം, ഇത് ജോലിസ്ഥലത്തും വീട്ടിലും മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്ന കടമയോടെ മറിയത്തെപ്പോലെ നാം ക്രിസ്തുവിനെ വഹിക്കുന്നവരായി മാറുന്നു. കുർബാനയുള്ള നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയുടെ മുന്നിൽ അല്പസമയം ചിലവഴിക്കുക എന്നതാണ്. പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ നമ്മെ സഹായിക്കുന്ന ഒരു മികച്ച ധ്യാന പ്രാർത്ഥന പുസ്തകമാണ് വിശുദ്ധ അൽഫോൺസ് ലിഗോറി എഴുതിയ ദിവ്യകാരുണ്യ സന്ദർശനം.
മാസത്തിലെ ഓരോ ദിവസവും കുർബാനയിൽ യേശുവിനോടും അവിടുത്തെ അമ്മയായ മറിയത്തോടും ഉള്ള പ്രാർത്ഥന ഈ പുസ്തകത്തിലുണ്ട്. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിൻ്റെ ഈ മഹത്തായ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ക്രിസ്തു ഭൂമിയിൽ പ്രവർത്തിച്ച ഏറ്റവും വലിയ അത്ഭുതം എന്ന് വിളിക്കാൻ വിശുദ്ധ തോമസ് അക്വീനാസിനോടൊപ്പം നമുക്കും ഇടവരട്ടെ. പരിശുദ്ധ കുർബാനയുടെ സാന്നിധ്യത്തിൽ വിശുദ്ധ തോമസ് അക്വീനാസ് നടത്തിയ പ്രാർത്ഥന നമുക്കും ആവർത്തിക്കാം. അല്ലയോ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യകൂദാശി, എല്ലാ സ്തുതിയും എല്ലാ നന്ദിയും ഓരോ നിമിഷവും അങ്ങയുടേതായിരിക്കട്ടെ. എല്ലാവർക്കും ഇന്നത്തെ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.